നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടെന്ന് വളർത്തി മക്കളാവുമ്പോ അങ്ങനെ ഒരു വയസ്സിനനുസരിച്ച് ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കും. അതിന് വാപ്പാര് ഇതാക്കിന്നൊന്നും ഇങ്ങനെ വലിയ ഡയലോഗ് വെറുതെ ഇങ്ങനെ വായു തിന്ന് വലുതാവുന്ന പിന്നെ കുറെ കാലമായിട്ട് ഞാൻ എന്റെ ചെലവിൽ തന്നെയാണ് ജീവിക്കുന്നത്. നിങ്ങൾ എനിക്കൊരു ഡ്രസ്സും കാര്യങ്ങളും വാങ്ങി തന്നിട്ട് ഇപ്പൊ എത്ര കാലമായി? അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ വലിയ ആളായാലും ജോലിക്ക് പോകാൻ തുടങ്ങിയില്ലേ? അതുകൊണ്ട് ഇപ്പൊ എത്ര കാലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു. നിങ്ങൾ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട സമയത്താണല്ലോ ഞാൻ അവിടെ പഠിച്ച സമയത്തൊക്കെ ഞാൻ പല സ്ഥലത്തുനിന്ന് റോൾ ചെയ്തിട്ടാണ് ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കി. നിങ്ങൾക്ക് വേണ്ടിട്ട് തന്നെയല്ലേ ഞാൻ എന്റെ എനിക്ക് വേണ്ടിട്ട് ചെയ്തെന്നാണ് വാപ്പ പറയണേ. ആൾക്ക് വേണ്ടി ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്റെ അറിവിൽ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ അറിവിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ജനിച്ച നിമിഷം അമ്മമാരാണ് എന്റെ സെമസ്റ്ററിന്റെ ഫീസിൽ കൂടുതലും കൊടുത്തത്. നിങ്ങൾ ഗൾഫിൽ പോയിട്ട് നിങ്ങൾ എന്താ എനിക്ക് അയച്ചത്? ഏതോ ഒരു സെമസ്റ്ററിനോ എന്തോ ചില്ലറ അയച്ചെന്നാണ്. ബാക്കി പിന്നെ വാക്കാക്കാണ് അയച്ചത്. എടാ, ഇത് ഒരു കുട്ടി ജനിച്ച ആ നിമിഷം മുതൽ ഇത്രയും വലുതായി വരുന്ന വരെ ഉപ്പയും ഉമ്മയും കൂടിയിട്ട് തന്നെയല്ലേ വലിയ വലുതാക്കല്. നിങ്ങൾ ഇത്രയും കാലം ഗൾഫ് 10-40 കൊല്ലമായില്ലേ ഗൾഫിൽ. നിങ്ങൾ വർഷത്തിൽ 1-2 അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോ ഒരു മാസം വന്ന് നിന്ന് പോകണം. നിങ്ങൾ എന്ത് നോക്കിയെന്ന് പറയണേ? എന്റെ അമ്മ തന്നെയാണ് എന്നെ നോക്കിയത്. അത് എന്റെ ഉമ്മാക്ക് നോക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താരാ? പിന്നെ നിങ്ങൾ വെറുതെ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടിട്ടാണ്. എന്റെ അടുത്ത് പൈസ ഇല്ല. നിങ്ങൾ മുമ്പ് തന്ന പൈസ ആദ്യം തരും. ആരോടെ കണക്ക് എന്താ നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? നിങ്ങൾ എന്താ ഞാൻ എന്താ പൈസ ഇങ്ങനെ എടുത്തരാനുള്ള അച്ചടിക്കുന്ന മെഷീൻ എന്തെങ്കിലും? തീർച്ചയായിട്ടും ഒരു ആൺകുട്ടി വലുതായ അത് പ്രതീക്ഷിച്ചിട്ട് തന്നെ ഒരു തന്റെയും തള്ളിയും ജീവിക്കണത്. ഒരു അവസരം മക്കളുടെ പ്രതീക്ഷ നിങ്ങൾക്കും ഇല്ല. ആരോഗ്യം നിങ്ങൾ ഒന്നിനു മാത്രം ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഇപ്പോഴും നന്നായിട്ട് അധ്വാനിച്ചുണ്ടാക്കി ജീവിക്കാനുള്ള ആരോഗ്യം നിങ്ങൾക്കും ഉണ്ട്. നിങ്ങൾ